നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോലീസിനെ ആക്രമിച്ച പ്രതിയെ കടലിൽ ചാടി പോലീസ് പിടികൂടി. ശാസ്താംകോട്ട സ്വദേശി സിജോ കമലാണ് പിടിയിലായത്. മാലുവേൽ ക്ഷേത്രോത്സവത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. വീടിനുള്ളിൽ കയറി മൊബൈൽ ഫോണും വാച്ചും പണവും മോഷ്ടിച്ചയാൾ പിടിയിൽ. നെടുമൺകാവ് സ്വദേശി ഗോപിയാണ് പിടിയിലായത്. സൈബർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു അറസ്റ്റ്. വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ ചട്ടമ്പി സ്വാമി സമാധി ശതാബ്ദി ആഘോഷം 19 മുതൽ മെയ് 8 വരെ നടക്കും. 20-ന് സമാധി ശതാബ്ദി ആഘോഷം വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. പോലീസിനെ ആക്രമിച്ച പ്രതി പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ കടലിൽ ചാടി. പോലീസ് കടലിൽ നീന്തി ഇയാളെ പിടികൂടി. ശാസ്താംകോട്ട സ്വദേശി സിജോ കമലാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. മാലുമേൽ ക്ഷേത്രോത്സവത്തിനിടെയാണ് ഇയാൾ പോലീസിനെ ആക്രമിച്ചത്. 10 കിലോ കഞ്ചാവ് സൂക്ഷിച്ചതിനും ഇയാളുടെ പേരിൽ കേസുണ്ട്. കരുനാഗപ്പള്ളി മാലുമേൽ ക്ഷേത്രോത്സവ ഘോഷയാത്രയിൽ അക്രമം നടത്തിയവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച SI കലാധരൻ പിള്ളയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതിയെയാണ് പോലീസ് പിടികൂടിയത്. ശാസ്താംകോട്ട രാജഗിരി മിനി ഭവനത്തിൽ 26-കാരനായ സിജോ കമലിനെയാണ് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ ഇയാളെ പിടികൂടാനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇയാൾ പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് രഹസ്യാന്വേഷണം നടത്തിവരികയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് നീണ്ടകര ഹാർബർ ഭാഗത്ത് വെച്ച് പോലീസിനെ കണ്ട ഇയാൾ കടലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസും കടലിൽ ചാടി നീന്തിയെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. നേരത്തെ 10 കിലോ കഞ്ചാവ് കൈവശം വെച്ചതിന് ഇയാളുടെ പേരിൽ കേസുണ്ട്. കരുനാഗപ്പള്ളി ACP VS പ്രദീപ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം SHO O മോഹിത്തിന്റെ നേതൃത്വത്തിൽ SIമാരായ ജിഷ്ണു, ഷാജിമോൻ, റഹീം, CPOമാരായ ഹാഷിം, രാജീവ്, നൌഫൽ ജാൻ, മനോജ് ആന്റണി എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ സാഹിത്യ പുരസ്കാരത്തിന് V ഷിൻലാലിന്റെ ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥാ സമാഹാരം അർഹമായി. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇത്തവണത്തെ പ്രത്യേക ജൂറി പുരസ്കാരത്തിന് മാതൃഭൂമി ലേഖകൻ രാജീവ് ചാത്തനാകുളം അർഹനായി. അഷ്ടമുടിക്കായലിനെ കുറിച്ച് മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖന പരമ്പരയ്ക്കാണ് അവാർഡ്. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മെയ് അവസാനം ബുദ്ധപൂർണിമ ദിനത്തിൽ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ പള്ളിമൺ ആസ്ഥാനത്ത് വെച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിദ്ധാർത്ഥ സാഹിത്യ പുരസ്കാരം 25,000 രൂപയും ബുദ്ധന്റെ പ്രതിമയും പ്രശംസാപത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ തവണ ലഭിച്ചിട്ടുള്ളത് V ഷിനിലാലിന്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ഈ പുസ്തകമാണ്. ഈ അവാർഡ് നിർണയത്തെക്കുറിച്ചും അതിന്റെ വിശദീകരണങ്ങളും നിർണയ സമിതിയിലെ അംഗങ്ങളായിട്ടുള്ളവർ പറയും. ഞാൻ ഫൗണ്ടേഷന്റെ സെക്രട്ടറിയാണ്. സിദ്ധാർത്ഥ 12 വർഷമായി നൽകി വരുന്നത് നല്ല പുസ്തകങ്ങൾക്കും അതുപോലെ നല്ല ചിത്രങ്ങൾക്കും ആണ് അവാർഡുകൾ നൽകി വരുന്നത്. ഈ വർഷം വരെയാണ് 25,000 രൂപയുടെ അവാർഡ്. അടുത്ത വർഷം മുതൽ അത് 50,000 രൂപയാക്കി ഫൗണ്ടേഷൻ ഉയർത്തിയിട്ടുണ്ട്. ഇനി അവാർഡുകൾ ക്ഷണിക്കുന്നത് അങ്ങനെയുള്ള ഒരു നിർദ്ദേശത്തിൽ കൂടിയാണ്. ഇത് കൂടാതെ ഒരു പ്രത്യേക ജൂറി പുരസ്കാരം കൂടി ഇതിനോടൊപ്പം പ്രഖ്യാപിക്കുന്നുണ്ട്. രാജീവ് ചാത്തനാകുളത്തിനാണ് പ്രത്യേക ജൂറി പുരസ്കാരം ഉള്ളത്. അഷ്ടമുടി കായലിനെ കുറിച്ച് മാതൃഭൂമി ദിനപത്രത്തിൽ അദ്ദേഹം സ്ഥിരമായി എഴുതിയിരുന്ന പാരിസ്ഥിതിക ലേഖന പരമ്പരയ്ക്കാണ് അവാർഡുള്ളത്. ഈ 2 പുരസ്കാരങ്ങളും മെയ് അവസാന വാരം ബുദ്ധപൗർണമി ദിനത്തിൽ നടക്കുന്ന വളരെ ഗംഭീരമായ ഒരു ചടങ്ങിലാണ് വിതരണം ചെയ്യപ്പെടുന്നത്. സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി U സുരേഷ്, ജൂറി അംഗം K സജീവ് കുമാർ, സിദ്ധാർത്ഥ സാഹിത്യ വിഭാഗം കൺവീനർ ഗിരീഷ് മുഖത്തല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. CPM നേതാവായിരുന്ന G വിക്രമൻ അനുസ്മരണം ഓച്ചിറയിൽ നടത്തി. CPM ശൂരനാട് ഏരിയ സെക്രട്ടറി PB സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. CPM നേതാവായിരുന്ന G വിക്രമന്റെ 4ാമത് ചരമവാർഷികം ആചരിച്ചു. ഓച്ചിറയിൽ നടന്ന അനുസ്മരണം CPM ശൂരനാട് ഏരിയ സെക്രട്ടറി PB സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്ന നൂറുദ്ദീൻ സാക്ഷ്യത്തിന് വയനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പും ഘട്ടങ്ങളിലെല്ലാം സാറായിരുന്നു ഓച്ചിറയിലെ പാർട്ടിയുടെ
നേതൃത്വമായി മാറി. അങ്ങനെ സാറിന് ചുമതല കൊടുത്തിരുന്നത് ഏറ്റവും പ്രധാനമായി കൊടുത്തിരുന്നത് യുവജന പ്രസ്ഥാനം തന്നെയാണ്. ആ യുവജന പ്രസ്ഥാനത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് സാമിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കാനായി പ്രത്യേക ഒരു നിയോഗം സാറിന് കൊടുക്കുന്നത്. ഇന്നിപ്പോ രാജൻ സാമിൽ നിന്നാണ് എന്നറിയപ്പെടുന്നത്. ബാബു കൊപ്പാറ അധ്യക്ഷത വഹിച്ചു. പി മനോഹരൻ, കൊന്നയിൽ രവി, അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ, കെ സുഭാഷ്, സുരേഷ് നാറാണത്ത്, ഗോപി, ദിവാകരൻ, സരസ്വതി പാട്ടത്തിൽ, ലളിത ശിവരാമൻ, പി ബിന്ദു, അനിത വിക്രമൻ, അഡ്വക്കേറ്റ് സുഹോത്രൻ, കബീർ എൻസൈൻ, എ അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. വീടിനുള്ളിൽ കയറി മൊബൈൽ ഫോണും വാച്ചും പണവും മോഷ്ടിച്ചയാളെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുമൺകാവ് ആയിക്കുന്നത്ത് വീട്ടിൽ നെടുമൺകാവ് ഗോപിയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത്. ഇളമാട് കുളഞ്ഞിയിൽ ശോഭന മന്ദിരത്തിൽ രമണിയുടെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോണും വാച്ചും 5000 രൂപയും മോഷണം നടത്തിയ കേസിലാണ് ഇയാൾ പിടിയിലായത്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയായിരുന്നു സംഭവം നടന്നത്. രാവിലെ 5 മണിയോടുകൂടി കുളഞ്ഞിയിൽ ഭാഗത്തുകൂടി പോയ ഗോപി വീടിന്റെ കതക് തുറന്നു കിടക്കുന്നത് കണ്ട് അകത്ത് കയറുകയും മേശയുടെ മുകളിലിരുന്ന വിലപിടിപ്പുള്ള ആൻഡ്രോയിഡ് ഫോണും വിലപിടിപ്പുള്ള വാച്ചും മേശയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന 5000 രൂപയും മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. മോഷ്ടിച്ച ഫോണിന്റെ ടവർ ലൊക്കേഷൻ സൈബർ പോലീസ് വഴി മനസ്സിലാക്കിയ ചടയമംഗലം പോലീസ് പരവൂരിൽ പ്രതിയുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പരവൂർ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ ചടയമംഗലത്ത് നിന്നും അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ മോഷണം നടത്തിയത് ഇയാളാണെന്ന് പോലീസിനോട് സമ്മതിച്ചു. മോഷണം നടത്തിയ മൊബൈൽ ഫോണും ഇയാളുടെ പക്കൽ നിന്നും പോലീസ് കണ്ടെടുത്തു. വാച്ച് ആയൂരിൽ ഒരാൾക്ക് വിറ്റുവെന്നും മോഷ്ടിച്ചെടുത്ത പണം ഭക്ഷണം കഴിച്ചും മദ്യപിച്ചും തീർന്നുപോയി എന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഇളവക്കോട് സ്വദേശിയായ ഒരാളെ ആസിഡ് ഒഴിച്ച കേസിൽ ഇയാളെ കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ചടയമംഗലം, കടയ്ക്കൽ, പൂയപ്പള്ളി, ചാത്തന്നൂർ, പാരിപ്പള്ളി, പള്ളിക്കൽ തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി മോഷണക്കേസുകൾ നിലവിലുണ്ട്. ചടയമംഗലം എസ് ഐ മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പരവൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വിടവാങ്ങുന്നു. പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസി സമൂഹം. മൈലാപ്പൂര് മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ റമദാൻ സമാപന സംഗമം സംഘടിപ്പിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് ഐ ഷാജഹാന്റെ അധ്യക്ഷതയിലാണ് റമദാൻ സമാപന സംഗമം സംഘടിപ്പിച്ചത്. സെക്രട്ടറി എ മുജീബ്, എ കെ നൂറുദ്ദീൻ, അബ്ദുൾ മജീദ്, ഷാജഹാൻ സിദ്ദിഖ്, അസിസ്റ്റന്റ് ഇമാം ഷാജഹാൻ മന്നാനി, മുഅദ്ദീൻ സൈഫുദ്ദീൻ, അബ്ദുൾ അസീസ്, ഷറഫുദ്ദീൻ താച്ചൻഡരികം, ജോയിന്റ് സെക്രട്ടറി എ നുജുമുദ്ദീൻ, ബിജു, അബ്ദുൾ ഹക്കീം, അബ്ദുൾ റഷീദ്, അബ്ദുൾ കരീം എന്നിവർ പങ്കെടുത്തു. ഈ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രാരംഭം മുതൽ തന്നെ, ഈ റമദാനിന്റെ പ്രാരംഭം മുതൽ തന്നെ നോമ്പ് തുറ പരിപാടി വളരെ മനോഹരമായിട്ടാണ് നടത്തുന്നത്. വർഷങ്ങളായിട്ട് നടത്തി വരുന്നതാണ്. എങ്കിൽ പോലും ഈ വർഷത്തെ ഈ ചൂടും മറ്റും കാരണമായിട്ട് നമ്മുടെ കുട്ടികൾ തളർന്നു പോകുമോ, പിന്തിരിയുമോ എന്നൊക്കെ ഒരു ചെറിയ ആശങ്ക മനസ്സിലുള്ളതുകൊണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് വളരെ മനോഹരമായ നിലയിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി, ഈത്തപ്പഴം ഉൾപ്പെടെ വിവിധങ്ങളായ ഫ്രൂട്ട്സുകൾ, അതുപോലെ തണുത്ത വെള്ളം, ചൂടുവെള്ളം, ചായ, കഞ്ഞി, ഇതിനെല്ലാം പുറമെയാണ് പിന്നീട് അവർക്ക് പത്തിരി, ഇറച്ചി അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി അവർ വന്ന് കയറിയിരുന്നാൽ മതി. അവർക്ക് തിക്കോ തിരക്കോ ഒന്നും ഇല്ലാതെ കണ്ട് വളരെ മനോഹരമായിട്ടാണ് ആ സംഗതി ഇതുവരെയും നല്ല നിലയ്ക്ക് നടന്നു വന്നു. കുട്ടികളും മുതിർന്നവരുമൊക്കെ ആവേശകരമായി അതിൽ പങ്കെടുത്തു. ഏറെ സന്തോഷത്തിലാണ് അവരെല്ലാവരും തന്നെ. റമദാനിലെ എല്ലാ ദിവസവും നോമ്പ് തുറയ്ക്കുള്ള സൗകര്യം ജമാഅത്തിന്റെ കീഴിൽ ഒരുക്കിയിരുന്നു. പ്രതിദിനം 700-ലധികം പേരാണ് നോമ്പുതുറയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ സമാധി ശതാബ്ദി ആഘോഷം 19 മുതൽ മെയ് 8 വരെ നടക്കും. 20-ന് നടക്കുന്ന സമാധി ശതാബ്ദി ആഘോഷം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ DM വാസുദേവന്റെ അധ്യക്ഷതയിലാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി ശതാബ്ദി ആഘോഷം നടക്കുക. സെക്രട്ടറി ജനറൽ പെരുമുറ്റൻ രാധാകൃഷ്ണൻ, മുൻ സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും. 19-ന് രാവിലെ നടക്കുന്ന ജീവകാരുണ്യ ദേവ രഥയാത്ര വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ DM വാസുദേവൻ ഉദ്ഘാടനം ചെയ്യും. ഡയറക്ടർ P ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനാകും. വിവേകാനന്ദാശ്രമം സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി പ്രഭാഷണം നടത്തും. 28-ന് ഉച്ചയ്ക്ക് 2:30-ന് ഭരണഘടനയും തുല്യനീതിയും ചട്ടമ്പി സ്വാമികളും
ജീവകാരുണ്യ ദർശനവും എന്ന വിഷയത്തിൽ സംവാദം നടക്കും. 29 നടക്കുന്ന നാരായണീയ പാരായണം കോയമ്പത്തൂർ ആര്യ ഫാർമസി MD ദേവിദാസ് വാര്യർ ഉദ്ഘാടനം ചെയ്യും. 29 മുതൽ മെയ് 5 വരെ പണ്ഡിതരുടെ നേതൃത്വത്തിൽ സെമിനാറുകൾ നടക്കും. മെയ് 6 രാവിലെ 9:30 നടക്കുന്ന ഗുരുവന്ദനം ശിവഗിരി മഠത്തിലെ സ്വാമി സച്ചിദാനന്ദ ഉദ്ഘാടനം ചെയ്യും. വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ അധ്യക്ഷനാകും. കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമി ചിദാനന്ദപുരി മുഖ്യ പ്രഭാഷണം നടത്തും. മെയ് 7 രാവിലെ 9:30 നടക്കുന്ന ജീവകാരുണ്യ ദർശന സദസ്സ് മുൻ ചീഫ് സെക്രട്ടറി R. രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 നടക്കുന്ന പൂർണ്ണകായ പ്രതിമയുടെ അനാച്ഛാദനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും. അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ജീവകാരുണ്യ നിരൂപണം, ജീവകാരുണ്യ ദർശനം. അതായത് സകല ജീവജാലങ്ങളിലും, മനുഷ്യൻ എന്നുള്ളതല്ല, മനുഷ്യനെ, മൃഗങ്ങള്, എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് അല്ലെങ്കിൽ നില ഉള്ളത് ഏക ചൈതന്യം. ചൈതന്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൻ എന്നൊക്കെ ചിലപ്പോൾ പറയും. ചൈതന്യം പോയാൽ നമ്മളെല്ലാം തളർന്നു പോകും, നമ്മളില്ലാതാകും. അത് പക്ഷികളായാലും മൃഗങ്ങളായാലും നമ്മളിൽ ചൈതന്യം പോകുന്നതോടുകൂടി നമ്മൾ ഒന്നുമല്ലാതെ. ആ ഉദാത്തമായ സങ്കല്പം 100 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി പ്രചരിപ്പിച്ച ചട്ടമ്പി സ്വാമികൾ, ഒരു ഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവന് പോലും ഗുരുവായി മാറിയ സ്വാമി വിവേകാനന്ദൻ, നിങ്ങൾ ആ നോട്ടീസിനകത്ത് ആദ്യം കൊടുത്തിരിക്കാനുണ്ടായ കാര്യം ഇതാണ്. മെയ് 8 വൈകിട്ട് 4:30 നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. UDF ഓച്ചിറ പായ്ക്കുഴി 38ാം ബൂത്ത് കൺവെൻഷൻ നടന്നു. തൊടിയൂർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് UDF ഓച്ചിറ പായ്ക്കുഴി 38ാം ബൂത്ത് കൺവെൻഷൻ നടത്തിയത്. തൊടിയൂർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി മത്സരിക്കുന്ന ശ്രീ KC വേണുഗോപാലിന്റെ വിജയം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് 38ാം ബൂത്ത് UDF കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അഷ്റഫ് മാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. കേട്ടുപഠിച്ചതാണ് ഇന്ത്യ എൻ്റെ മഹാരാജ്യമാണെന്ന്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരങ്ങളാണ് എന്നുള്ളത്. പക്ഷേ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ വർഗീയതയെ തൂത്തുതുടയ്ക്കുവാനും വേലായുധൻ, അൻസാറെ മലബാർ, അയ്യാനിക്കൽ മജീദ, മെഹർഖാൻ ചേന്നല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. താമരക്കുളം നെടിയാണിക്കൽ ദേവി ക്ഷേത്രത്തിൽ പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളത്തും പള്ളിവേട്ടയും നടന്നു. അശ്വതി ഉത്സവത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ നടന്നത്. താമരക്കുളം നെടിയാണിക്കൽ ദേവി ക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവത്തിന്റെ ഭാഗമായാണ് പള്ളിവേട്ട എഴുന്നള്ളത്ത് നടന്നത്. തുടർന്ന് പള്ളിവേട്ടയും നടന്നു. ശയ്യാമണ്ഡപത്തിൽ ശയ്യാപൂജ, നിദ്ര എന്നിവയോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. ഓച്ചിറ വലിയകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ അശ്വതി പൊങ്കാല നടന്നു. തന്ത്രി S. ദാമോദരൻ നമ്പൂതിരി, മേൽശാന്തി രാമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഓച്ചിറ വലിയകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവത്തിന്റെ ഭാഗമായാണ് അശ്വതി തിരുനാൾ പൊങ്കാല നടത്തിയത്. രാവിലെ ഗണപതി ഹോമം, പുള്ളുവൻ പാട്ട് എന്നിവയ്ക്കു ശേഷമായിരുന്നു പൊങ്കാല. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. രാവിലെ 6:30ക്കാണ് പൊങ്കാല നടന്നത്. 8:30യോടെ അമ്മയുടെ തിരു എഴുന്നള്ളത്ത് നടന്നു. തുടർന്ന് പൊങ്കാല നിവേദ്യം, പൊങ്കാല തർപ്പണം, നിറപറ, അൻപറ സമർപ്പണം, കലശം എന്നിവയും നടത്തി. ചടങ്ങുകൾക്ക് തന്ത്രി S. ദാമോദരൻ നമ്പൂതിരി, മേൽശാന്തി രാമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. വള്ളികുന്നം പത്മനാഭ ഗോവിന്ദാശ്രമം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവം സമാപിച്ചു. പൊങ്കാല, ഘോഷയാത്ര, കെട്ടുകാഴ്ച എന്നിവയും നടന്നു. വള്ളികുന്നം ശ്രീപത്മനാഭ ഗോവിന്ദാശ്രമം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവം സമാപിച്ചു. ഇതിന്റെ ഭാഗമായി പൊങ്കാല സമർപ്പണം നടന്നു. എതിരേൽപ്പ് ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പള്ളിമുക്ക്, വലിയകുളം, തോപ്പിൽമുക്ക്, കൊണ്ടോടുമുകൾ, പള്ളത്ത്, ദൈവപുരകൾ ക്ഷേത്രം, കാമ്പിശ്ശേരി മുക്ക് വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഒപ്പം കെട്ടുത്സവവും നടന്നു.
വള്ളികുന്നം. തഴവ പുലിമുഖത്ത് ഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ ഏഴാം ഉത്സവം നടന്നു. പുലിമുഖം സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഉത്സവം. തഴവ പുലിമുഖത്ത് ഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ പുലിമുഖം സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഏഴാം ഉത്സവം ആഘോഷിച്ചത്. ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ കുത്തിയോട്ട ചുവടും പാട്ടും നടന്നു. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഇതോടനുബന്ധിച്ച് ആകാശ വിസ്മയ കാഴ്ചയും നടത്തി. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസിനെ ആക്രമിച്ച പ്രതിയെ കടലിൽ ചാടി പോലീസ് പിടികൂടി. ശാസ്താംകോട്ട സ്വദേശി സിജോ കമലാണ് പിടിയിലായത്. മാലുമേൽ ക്ഷേത്രോത്സവത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. വീടിനുള്ളിൽ കയറി മൊബൈൽ ഫോണും വാച്ചും പണവും മോഷ്ടിച്ചയാൾ പിടിയിൽ. നെടുമൺകാവ് സ്വദേശി ഗോപിയാണ് പിടിയിലായത്. സൈബർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു അറസ്റ്റ്. വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ ചട്ടമ്പി സ്വാമി സമാധി ശതാബ്ദി ആഘോഷം 19 മുതൽ മെയ് 8 വരെ നടക്കും. 20-ന് സമാധി ശതാബ്ദി ആഘോഷം വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.